ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഏത് എണ്ണ ഉപയോഗിക്കണം? ഏതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്? നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണകൾ നല്ലതാണോ? അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ടോ? എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും ല്ലേ? ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന ആളുകൾ ചോദിക്കാറുണ്ട്, ഈ ഒലിവ് ഓയിൽ ഉപയോഗിക്കണോ? അല്ലെങ്കിൽ സാദാ വെളിച്ചെണ്ണ ഉപയോഗിക്കണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡപ്പ് ചെയ്യണോ? എന്നൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓയിലും അതേപോലെ തന്നെ വെയിറ്റ് ലോസുമായിട്ട് എന്തൊക്കെയാണ് ബന്ധം? അതേപോലെ തന്നെ ഓയിലിൽ ഏതാണ് ഹെൽത്തി ആയിട്ടുള്ള ഓയിലുകൾ? ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മൾ മലയാളികളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ അടുക്കളയുടെ ഇടയിൽ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒന്നാണ് ഏത് എണ്ണ ഉപയോഗിക്കണം, ഏതാണ് നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ളത്, അതേപോലെ അത് വെയിറ്റ് ലോസ് എങ്ങനെ അല്ലെങ്കിൽ ശരീരഭാരം കുറച്ചു കൊണ്ടുവരാൻ ഏതെണ്ണ ഉപയോഗിക്കണം. ഇന്ന് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഒരുപാട് എണ്ണകൾ അവൈലബിൾ ആണ് അല്ലേ. ഒലിവ് ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, അതേപോലെ റിഫൈൻഡ് ഓയിൽസ് ഉണ്ട്. ഇതൊക്കെ എത്രത്തോളം ഹെൽത്തിയാണ് എന്നതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ഈ ഓയിലുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സയൻറ്റിഫിക് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പറഞ്ഞിട്ടുള്ള ഓയിലുകളുടെ നമ്മൾ തരം തിരിച്ചിട്ടുള്ളത് 3 രീതിയിലാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, ട്രാൻസ് ഫാറ്റ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുമ്പം അത് അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുമ്പം അത് ഈ പറഞ്ഞിട്ടുള്ള ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽസിൽ, അതേപോലെ തന്നെ മസ്റ്റാർഡ് ഓയിൽസിൽ, അങ്ങനെ വെജിറ്റബിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻസിൽ അടങ്ങിയിട്ടുള്ളതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂട്ടിയെടുക്കാൻ ഹെൽപ്ഫുൾ ആണ്. ഹൃദയത്തിന് എന്തെങ്കിലും ബ്ലോക്ക് ടെൻഡൻസീസോ അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ എന്തെങ്കിലും ബ്ലോക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ഔട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ട്രാൻസ് ഫാറ്റുകളാണ്. ട്രാൻസ് ഫാറ്റ് എന്ന് പറയുമ്പം വളരെ ടോക്സിക് ആയിട്ടുള്ളതും നമ്മുടെ ശരീരത്തിന് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫാറ്റാണ് ട്രാൻസ് ഫാറ്റ്. അത് ഈ പറഞ്ഞിട്ടുള്ള ബേക്കറി പലഹാരങ്ങളിലും എണ്ണക്കടികളിലൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 രീതിയിലാണ് നമ്മൾ ഫാറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഏതൊക്കെയാണ് ഹെൽത്തി, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഹെൽത്തി ആണോ, ഒലിവ് ഓയിൽ ഹെൽത്തി ആണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ നമുക്ക് കോക്കനട്ട് ഓയിലിലേക്ക് വരാം. കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പം അതിൽ ഹെൽത്തി ഫാറ്റ്സ്, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഹെൽത്തി ഫാറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിലെ കൊഴുപ്പുകളെ അലിയിച്ച് കളയാൻ ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് സഹായിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ സ്മോക്ക് പോയിന്റ് വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പിന്നെയും ചൂടാക്കി ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പം പാകം ചെയ്ത ഭക്ഷണത്തിലേക്ക് ജസ്റ്റ് അത് ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്തൊന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. റീഹീറ്റ് ചെയ്യുമ്പം അത് പിന്നെയും ഒരു ഹൈഡ്രജനേഷൻ സംഭവിക്കുകയും അതിൽ പിന്നെയും ടോക്സിൻസ് നിറയുകയും അത് പിന്നെ നമ്മുടെ രക്തക്കുഴലുകളെ ഡാമേജ് ഉണ്ടാക്കാനും ഈ പറഞ്ഞിട്ടുള്ള ഹൃദ്രോഗത്തിൻ്റെയും സ്ട്രോക്കിൻ്റെയും പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും കോക്കനട്ട് ഓയിലൊന്നും റീഹീറ്റ് ചെയ്യരുത്. അതങ്ങനെ തന്നെ ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഒലിവ് ഓയിലിൻ്റെ കേസിലേക്ക് വരാം. ഒലിവ് ഓയിൽ എന്ന് പറയുമ്പം എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുമ്പം അത് സാലഡ്സിൽ മിക്സ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ പാകം ചെയ്തിട്ടുള്ള ഭക്ഷണത്തിലേക്ക് ഒന്ന് മിക്സപ്പ് ചെയ്ത് കൊടുക്കാൻ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഹീറ്റ് ചെയ്യുമ്പം പിന്നെയും ഈ പറഞ്ഞ പോലെ തന്നെ അത് ഒരു ടോക്സിക് നേച്ചറിലേക്ക് കൺവേർട്ട് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒലിവ് ഓയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സാലഡ്സിലോ അല്ലെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾ ആവട്ടെ, ഫ്രൂട്ട് സാലഡ് ആവട്ടെ, അതിലൊക്കെ മിക്സപ്പ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഒരു കുക്കിംഗ് പർപ്പസിനായിട്ട് അത് യൂസ് ചെയ്യുന്നത് അത്ര ഒരു ഹെൽത്തി ഫോം അല്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എണ്ണ ഉപയോഗിക്കുമ്പം നമ്മൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മാത്രം ഡിപ്പെൻഡഡ് ആയി പോകരുത്. നമ്മളിപ്പം വണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഡയറ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടി നോക്കണം. നമ്മളിപ്പോൾ 1 ഗ്രാം വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കലോറി വാല്യൂ അല്ലെങ്കിൽ കലോറിഫിക് വാല്യൂ വരുന്നത് 9 കിലോ കലോറീസ് ആണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഡയറ്റിൽ എടുക്കേണ്ട ഒരു
ഓയിൽ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ഫാറ്റിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ 3 മുതൽ 4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓയിൽസ് നമ്മൾ റീഹീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തായാലും ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള ഓയിൽ മിക്സപ്പ് ചെയ്തിട്ടുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ ഡയറ്റ് എടുക്കുന്ന ആളുകളാണെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരുവിധം ജീവിതശൈലി രോഗങ്ങളൊക്കെ വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള റിഫൈൻഡ് ഓയിൽസും അതേപോലെ തന്നെ ഫ്രൈഡ് ഫുഡ്സ്, ഓയിലി അല്ലെങ്കിൽ കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിക്കുമ്പോൾ, അത് രാത്രി കാലങ്ങളിൽ അമിതമായിട്ട് കഴിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ഒരിക്കലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീഹീറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് സാലഡ്സിൽ മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു, അതൊരു 3 to 4 ടീസ്പൂൺസ് നമ്മൾ ഡെയിലി കഴിക്കാവുന്നതാണ്. പക്ഷെ അത് ഹെൽത്തി ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ലീഡ് ചെയ്യില്ല. ഉള്ള നമ്മുടെ ശരീരത്തിലെ ആ ഒരു കൊഴുപ്പിന്, ചീത്ത കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ഫാറ്റ്സ് സഹായിക്കുന്നുണ്ട്. ഒലിവ് ഓയിൽസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കും, ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ കുറയ്ക്കും, വെയിറ്റ് ലോസിന് ഹെൽപ്ഫുള്ളാണ്, വയറിൽ അപ്പറ്റൈറ്റ് ഫുൾഫിൽ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അതേപോലെ സ്കിൻ ഗ്ലോനും ഹെയർ ഗ്രോത്തിനും ഒക്കെ, സ്കിന്നിൻ്റെ ഡ്രൈനെസ്സിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒലിവ് ഓയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹോം റെമഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫൈനലി നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വെളിച്ചെണ്ണ ആവട്ടെ ഒലിവ് ഓയിൽ ആവട്ടെ, വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ ഉപയോഗിക്കാവുന്നതാണ്, റീഹീറ്റ് ചെയ്യരുത്. ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാലഡ്സിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്, ഓവർ ഹീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒരു സർവസിങ് ഏജൻ്റായിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓയിൽ എത്ര അളവിൽ എടുക്കണം, ഏതാണ് ഹെൽത്തി ഏതാണ് അൺഹെൽത്തി എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഡിസ്കഷൻസിലൂടെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്